ചരിത്രങ്ങളിൽ സ്പെയിന്റെ സ്ഥാനം ഒരു മാന്ത്രിക വലയമായി നിലനിന്നിരുന്ന കാലത്തിൽ നിന്നും ഒപ്പം ഓടിയവരെ പിന്നിലാക്കി കുതിപ്പുകൾ കൊണ്ട് മുന്നോട്ടോടിപ്പാഞ്ഞ് പച്ചപ്പുൽ മൈതാനത്ത് മായ്ച്ചും വരച്ചും എഴുതിക്കൂട്ടി വരച്ച കണക്കുകൾ പോലെ പാസുകൾ കൊണ്ട് എതിരാളികളെ വരിഞ്ഞു മുറുക്കി കെട്ടിയ കാളപ്പോരിന്റെ പട, അതാണ് സ്പെയിൻ. 2010 വേൾഡ് കപ്പിന്റെ ടിക്കറ്റാക്കൻ രാജാക്കന്മാർ മനോഹരമായ ഫുട്ബോൾ ശൈലിയാൽ ഫുട്ബോളിന്റെ അച്ചടക്കത്തെ ലോകത്തെ കാണിച്ചു തന്നവരായിരുന്നു. യോഹാൻ ക്രൈഫിന്റെ തന്ത്രങ്ങളെ ചെത്തിമിനുക്കിയെടുത്ത് പണി കഴിപ്പിച്ചെടുത്ത ടിക്കറ്റാക്ക കൊണ്ട് ക്രൈഫിന്റെ സ്വന്തം രാജ്യത്തെ തീർത്ത് കളഞ്ഞവർ. സാവിയും ഇനിയസ്റ്റയും ഒന്നിക്കുന്ന ഇരുമുഖങ്ങളിൽ തപ്പിത്തടഞ്ഞുപോയ എതിരാളികൾ. മിഡ്ഫീൽഡ് ഉരുക്ക് കെട്ടിപ്പണിഞ്ഞതുപോലെ ദൃഢമായ കരുത്തിന് മുന്നിൽ, സ്പെയിന്റെ കരുത്തിന് മുന്നിൽ പകച്ചുപോയ എതിരാളികൾ തളർന്നു വീണ കളിക്കളങ്ങൾ നമ്മൾ കണ്ടതാണ്. ഇരു കാലുകളിലും യന്ത്രം പിടിപ്പിച്ചതുപോലെ കളിക്കളത്തിൽ നിറഞ്ഞു നിന്ന സാബി അലോൺസയും സെർജിയോ ബുസ്കറ്റ്സും ഫാബ്രിക്കാസും ഡേവിഡ് സിൽവയും ദൃഢമായ ചങ്കൂറ്റത്തോടെ നിവർന്നു നിന്നപ്പോൾ ലോകം അവരെ നോക്കി കൈയടിച്ചു. മെയ്വഴക്കത്തോടു കൂടിയുള്ള ഡിഫൻസും ചോരാത്ത കൈകളുമായി ഗോൾമുഖവും കാതലായുള്ള പന്തടക്കവും റെക്കോർഡ് കടന്നു പോകുന്ന ബോൾ പൊസിഷനും എല്ലാമെല്ലാമായി കളി കളറാക്കി മാറ്റിയ സ്പെയിന്റെ കുതിപ്പിനെ തടയാൻ ഒരുത്തനും ഭൂമിയിൽ അവതരിക്കാത്ത കാലം. യൂറോയിൽ ആരംഭിക്കപ്പെട്ട കടന്നാക്രമിക്കലിൽ സ്പെയിന്റെ മുന്നിൽ വൻ തോക്കുകൾ വരെ മുട്ടുമടക്കിപ്പോയ കാഴ്ച ഗംഭീരമാക്കി മാറ്റിയ ലാ റോഹ ഫാൻസ് അവരുടെ ഓർമ്മയിൽ കുറിച്ചു വച്ചതിനേക്കാൾ 100 അല്ല 10,000 മടങ്ങ് ശക്തിയുള്ള അസൽ പൊളിമാസ് ടീമാണ് ഇപ്പോൾ അവതരിച്ചിരിക്കുന്നത്. യൂറോ 2024 കരുത്തുമായി കൊലകൊമ്പൻ കളി സ്റ്റൈൽ സ്പെയിന്റെ മാത്രം സവിശേഷതയാണെന്ന് നിസ്സംശയം പറയാം. കനൽ വേവുന്ന നെഞ്ചുരുക്കത്തിൽ ഉള്ളിലിട്ട് ആളിപ്പടർത്തി പൊലിപ്പിച്ച കെട്ടടങ്ങാത്ത പകയും ആ പകയിൽ നിന്നാവാഹിച്ച തേരോട്ടമാണ് സ്പെയിൻ. ഈ 2024 വർഷത്തെ യൂറോപ്പിന്റെ മണ്ണിൽ നൃത്തമാടി കാഴ്ചവെക്കുന്നത്. 16, 17, 18 വയസ്സുള്ള ചെത്തുപയ്യൻസുകളുടെ പാദങ്ങൾ മണ്ണിൽ തൊടുമ്പോൾ, പന്തിൽ മുത്തം വെക്കുമ്പോൾ എതിരാളികളുടെ കണ്ണുകൾ മങ്ങിപ്പോകുന്നു, അവരുടെ കാഴ്ചയറ്റു പോകുന്നു. പാസുകൾ കൊണ്ട് പാസുകൾ കെട്ടി ഗോളടിക്കാൻ മറന്നുപോയവരാണ് സ്പെയിന്റെ താരവലയമെന്ന് പരിഹസിച്ചവർ ഇന്നെവിടെ പോയി? ആ വാക്കുകളെയെല്ലാം നാലാക്കി മടക്കി കാറ്റിൽ പറപ്പിച്ച് അടിയിടിയിട്ട് അമാർ പടാർ വേഗത്തിൽ വെടിക്കെട്ടിന്റെ പൂരക്കാഴ്ചയാണ് സ്പെയിൻ ജർമ്മനിയുടെ യുദ്ധമുറങ്ങി തളർന്ന തിരുമുറ്റത്ത് കാഴ്ചവെക്കുന്നത്. പിടിച്ചുകൊണ്ടുവരാൻ പറഞ്ഞാൽ കൊന്നു കൊലവിളിക്കുന്ന വില്ലാളി വീരന്മാർ. ശക്തി മരുന്ന് കുടിച്ച പോലെയാണ് യൂറോ 2024 നെഞ്ചിലേറ്റുന്നത്. എതിരാളികൾ ആരായാലും ഏത് കൊമ്പത്തെ ടീമായാലും സ്പെയിന്റെ നെഞ്ചത്ത് കയറി ബോംബിടാമെന്ന് ഇനി ആരും കരുതേണ്ട. ഇത് സ്പെയിൻ, ലാ റോഹ. ലമിൻ യമാലിന്റെ 16 വയസ്സിലപ്പം യൂറോയിൽ റെക്കോർഡാണെങ്കിൽ കളിയിൽ ഇടിവെട്ട് സമ്മാനിച്ചാണ് ചെക്കന്റെ മുന്നോട്ടുള്ള പാച്ചിൽ. അസിസ്റ്റുകളുടെ മിന്നും വേഗമുള്ള യമാലിന്റെ മുന്നിൽ എതിർ ഗോൾ മുഖം ദുർബലമായി പോകുന്നു. മരണ ഗ്രൂപ്പിലാണ് സ്പെയിൻ എന്ന് എടുത്തു പറഞ്ഞു പോകുന്നവർ ഓർക്കുക. സ്പെയിന്റെ മുന്നിൽ ഈ ഗ്രൂപ്പ് ഒരു ഡെഡ് ലൈൻ പോലും വരയ്ക്കുന്നില്ല. അജാതി കളിയാണ് സ്പെയിന്റേത്. ഏത് കുറ്റമറ്റ ഡിഫൻസിന് പൂട്ടിക്കെട്ടാനുള്ള ചങ്കുറപ്പും ഇന്ന് സ്പെയിൻ നിരയിലുണ്ട്. അതായിരുന്നു ക്രൊയേഷ്യയ്ക്ക് മുന്നിലും സംഭവിച്ചത്. ക്രൊയേഷ്യയുടെ ഇടിവെട്ട് ഡിഫൻസിനെ വെറും കാഴ്ചക്കാരാക്കി മാറ്റി സ്പെയിൻ 3 ഗോളുകൾ സ്വന്തമാക്കി മുന്നേറിയപ്പോൾ ക്രൊയേഷ്യയുടെ പരിചയസമ്പത്തുള്ള താരങ്ങൾ അക്ഷരാർത്ഥത്തിൽ വിറച്ചുപോയിരുന്നു. ബോൾ പൊസിഷനിൽ പേരുകെട്ട സ്പെയിൻ ഇത്തവണ ഗോൾ വിളയാട്ടത്തിന് മിടുക്ക് കാണിച്ച് മുന്നേറുമ്പോൾ ഏവരും നടുക്കം കൊണ്ടുപോകുന്നു. മൊറാട്ടയും ഫാബിയൻ റൂയിസും ഡാനിയുമെല്ലാം തീ വിളയാട്ടമാണ് കളിക്കളത്തിൽ കാഴ്ചവെക്കുന്നത്. ക്രൊയേഷ്യ വിറച്ചുപോയ മത്സരത്തിന്റെ ഫസ്റ്റ് ഹാഫ് തന്നെ യൂറോ കണ്ട സ്പെയിന്റെ മാസ്മരികമായ ത്രില്ലർ നിമിഷങ്ങൾ തന്നെയായിരുന്നു. അതുപോലെ തന്നെ ഡിഫൻസിന് പേരും പെരുമയുമുള്ള ഇറ്റലിയുടെ ആണിക്കല്ലിളക്കാൻ പോകുന്ന കരുത്തുമായി സ്പെയിൻ പോരാടാനിറങ്ങിയപ്പോൾ ഇറ്റലിയുടെ ഏക പ്രതിരോധം അവരുടെ ഗോൾ കീപ്പർ ജിയാൻലുജി ഡൊണ്ണോരുമ മാത്രമായി മാറി. നിക്കോ വില്യംസും ഫാബിയൻ റൂയിസും ലമിൻ യമാലും പെഡ്രിയും കുക്കറെല്ലയുമെല്ലാം തീപ്പൊരി കളിയാണ് ഇറ്റലിക്ക് മുന്നിൽ നടനമാടിയത്. സ്പെയിന്റെ ഇരുത്തം വന്ന 20 ഷോട്ടുകൾ ഡൊണ്ണോരുമ തടഞ്ഞില്ലായിരുന്നുവെങ്കിൽ 20 ഗോൾ നേടി സ്പെയിൻ ഇറ്റലിയെ കെട്ടുകെട്ടിച്ചേനെ. അത്രമാത്രം സ്പെയിൻ ത്രില്ലർ മിഷനായി മാറി കഴിഞ്ഞിരിക്കുന്നു. ലൂയിസ് ഡി ലാഫ്യുണ്ടയുടെ ആശാൻ മിടുക്കുകൾ സ്പെയിനെ ആകെ മാറ്റിയിരിക്കുന്നു. എൻട്രിക്കെ പരിശീലിപ്പിച്ച കളിമിടുക്കിൽ നിന്നും 100-ൽ 100 നേടി കളിയംഗമാണ് സ്പെയിൻ കാഴ്ചവെക്കുന്നത്. ഡാനി ഓൾമോ, അലക്സ് ബെയ്ന, ഫെർമിൻ ലോപ്പസ്, ജോസലു, സുബുമെൻഡി, അയോസ് പെരസ്, മാർക്ക് കുക്കറെല്ല, ഫെറൻ ടോറസ്, ഒയാസബെൽ, റോഡ്രി, മൊറാട്ട, ഫാബിയൻ റൂയിസ്, ഡാനി കാർവാഞ്ചൽ, നിക്കോ വില്യംസ്, പെഡ്രി, പിന്നെ നമ്മുടെ ലാമിൻ യമാലും. ആർക്കു മുന്നിലും ഞെരിഞ്ഞമർന്നു പോകാത്ത സ്പെയിൻ അങ്ങനെ മുന്നോട്ട് കുതിക്കുമ്പോൾ
ഹൃദയം സ്പെയിന് വേണ്ടി കൈയടിച്ചു പോകുന്നു. സ്പെയിന്റെ കയ്യിൽ നിന്നും ഇനി ഉണ്ടാവാൻ പോകുന്ന വലിയ വലിയ മഹാത്ഭുതങ്ങൾ നമുക്ക് കാണാനായി കാത്തിരിക്കാം. ദ ലാ റോഹ.